ജാൻവി എന്തിനാണ് കള്ളം പറഞ്ഞത്? ആദിയുടെ വാക്കുകൾക്ക് മുൻപത്തേതിലും കട്ടി കൂടി. ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? മറുപടി കിട്ടാഞ്ഞതും അവൻ അലറി. സോറി സാർ. അവളിൽ നിന്ന് ഏങ്ങൽ ചീളുകൾ പുറത്തേക്ക് തെറിച്ചു. വന്നിതൊക്കെ ക്ലീനാക്ക്. ജാനി വേഗം ചെന്ന് എല്ലാം പെറുക്കി വേസ്റ്റ് ബിന്നിലേക്കിട്ടു. അപ്പോഴേക്കും കണ്ണുനീർ കവളിണകളെ നനച്ചുകൊണ്ട് നിർത്താതെ ഒഴുകാൻ തുടങ്ങിയിരുന്നു. അവളത് തുടയ്ക്കാൻ മെനക്കെട്ടില്ല. എല്ലാം കഴിഞ്ഞതും അവൾ ആദിയെ മുഖമുയർത്തി നോക്കി. അവളുടെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളും വാടിയ മുഖവും കാണെ അവൻ്റെ ഉള്ളം കൊളുത്തി വലിച്ചു. ഇത്രയും ഹാർഷാകാൻ ഉദ്ദേശിച്ചിരുന്നില്ല. കള്ളം പറഞ്ഞതറിഞ്ഞപ്പോൾ അപ്പോഴത്തെ ദേഷ്യത്തിന് ഓർക്കാതെ പറഞ്ഞുപോയതാണ്, വേണ്ടിയിരുന്നില്ല. അവളുടെ മുഖം കാണെ അവനിൽ കുറ്റബോധം നിറഞ്ഞു. ഇപ്പോഴും കണ്ണുനീർ തോർന്നിരുന്നില്ല. അതിനിയും കണ്ടു നിൽക്കാനാവാതെ ആദ്യം അവളോട് പോയി മുഖമൊക്കെ കഴുകി വരാൻ പറഞ്ഞു. ജാനി ഒന്നും മിണ്ടാതെ പുറത്തേക്കിറങ്ങി. അവൾ പോകുന്നത് ഒരു നിമിഷം അവൻ നോക്കി നിന്നു. ക്ലാസ്സിലാണെന്നോർക്കെ വേഗം പോർഷൻസ് സ്റ്റാർട്ട് ചെയ്തു. ജാനി വാഷ്റൂമിലേക്ക് കയറി. ക്ലാസ് ടൈം ആയതുകൊണ്ട് ആരും അവിടെ ഉണ്ടായിരുന്നില്ല. സങ്കടം സഹിക്കാനാവാതെ അവൾ അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞു. അടക്കിപ്പിടിച്ചിരുന്നതെല്ലാം അണപൊട്ടി ഒഴുകി. കരച്ചിലിന്റെ കാഠിന്യത്തിൽ അവൾക്ക് ശ്വാസം വിലങ്ങുന്നുണ്ടായിരുന്നു. അമ്മുവും വിച്ചുവും കൂടെ ഉണ്ടായിരുന്നെങ്കിലെന്നവൾ ആശിച്ചുപോയി. കുറച്ചു നോക്കിയായതും ജാനി വാഷ് ബേസിനിൽ നിന്ന് മുഖം കഴുകി. എത്രയും പെട്ടെന്ന് വീട്ടിലെ തൻ്റെ മുറിയിലെത്താൻ അവളുടെ ഉള്ളം കൊതിച്ചു. ഇനിയും ആദിയെ നേരിടാൻ കഴിയില്ലെന്നതിനാൽ അവൾ ആ പിരീഡ് കഴിയുന്നതുവരെ അവിടെ തന്നെ നിന്നു. ബെല്ലടിച്ച് കുറച്ചു നേരവും കൂടി കഴിഞ്ഞാണ് അവൾ ക്ലാസ്സിലേക്ക് പോയത്. ആദിക്ക് ജാനിയെ ഒരു നോക്ക് കാണണമെന്നുണ്ടായിരുന്നെങ്കിലും അതിന് സാധിച്ചിരുന്നില്ല. ഓരോ തിരക്കുകളിൽ പെടുമ്പോഴും അവളെ കാണാൻ അവൻ്റെ ഹൃദയം മുറവിളി കൂട്ടി. ടീച്ചേഴ്സിനോടും പ്രിൻസിയോടുമൊക്കെ കാര്യങ്ങൾ അവതരിപ്പിച്ചു. കല്യാണവും വിളിച്ചു. എല്ലാവരുടെയും മുഖത്ത് അത്ഭുതമാണ്. എന്നാൽ അതൊന്നും ശ്രദ്ധിക്കാനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല അവൻ. ലാസ്റ്റ് പീരീഡും ജാനിയുടെ ക്ലാസ്സാണ്. അവളെ കാണാമെന്ന സന്തോഷത്തിലാണ് അങ്ങോട്ടേക്ക് ചെന്നത്. പക്ഷെ ജാനിയെ മാത്രം അവിടെ കണ്ടില്ല. സംശയത്താൽ അവൻ്റെ മുഖം ചുളിഞ്ഞു. സ്റ്റുഡൻസിനോട് ചോദിച്ചപ്പോൾ അറിഞ്ഞു തലവേദന കാരണം ഹാഫ് ഡേ ലീവ് എടുത്തവൾ പോയി എന്ന്. അതറിഞ്ഞപ്പോൾ അവൻ്റെ നോവ് ഇരട്ടിച്ചു. പിന്നെ എങ്ങനെയൊക്കെയോ ക്ലാസ് എടുത്തു തീർത്തു. മൈൻഡ് വളരെ ഡിസ്റ്റർബ്ഡ് ആയതുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിലൊന്നും ഒരു ശ്രദ്ധയും ഉണ്ടായിരുന്നില്ല. വീട്ടിലെത്തി ചായയൊന്നും കുടിക്കാൻ നിൽക്കാതെ റൂമിലേക്ക് പോയി. അമ്മ ചോദിച്ചപ്പോൾ വേണ്ടെന്ന് മാത്രം പറഞ്ഞൊഴിഞ്ഞു. ഇട്ട ഡ്രസ്സ് പോലും മാറാതെ കട്ടിലിൽ മലർന്നു കിടക്കുമ്പോഴും ഒരാളിൽ മാത്രമായിരുന്നു മനസ്സ്. ജാനിയെ ഒന്ന് വിളിച്ചു നോക്കണമെന്നൊക്കെയുണ്ട്. പക്ഷേ അവളുടെ നമ്പർ കയ്യിലില്ല. എൻ്റെ നമ്പർ ഫോണിൽ സേവ് ചെയ്ത് കൊടുക്കുക മാത്രമാണ് ചെയ്തത്. അമ്മ ഇന്ന് മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന് ജാനിയുടെ നമ്പർ വാങ്ങണം എന്നൊക്കെ പറയുന്നത് കേട്ടായിരുന്നു. വാങ്ങിക്കാണുമായിരിക്കും. പക്ഷേ ചോദിക്കാനൊരു മടി. രാത്രി ഫുഡ് കഴിക്കുമ്പോഴും ഇടയ്ക്ക് അമ്മയെ നോക്കി. ചോദിക്കണോ? അല്ലേൽ വേണ്ട. നാളെ എന്തായാലും അവളെ കാണുമല്ലോ. ജാനിയോട് തന്നെ ചോദിക്കാം. ആ ഒരു ആശ്വാസത്തിലാണ് ഉറങ്ങാനായി കിടന്നത്. രാത്രി 1 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഫോൺ ബെല്ലടിക്കുന്ന സൗണ്ട് കേട്ടാണ് കണ്ണു തുറന്നത്. ഫോൺ തപ്പിപ്പിടിച്ചെടുക്കാൻ ഒരു നിമിഷം എടുത്തു. നോക്കിയപ്പോൾ അമ്മയാണ്. അമ്മ എന്തിനാ ഈ സമയത്ത് വിളിക്കുന്നത്? അച്ഛനെന്തെങ്കിലും? ആ ചിന്ത മനസ്സിൽ വന്നപ്പോഴേ ചാടി ഫോൺ എടുത്തു. ആദി, ജാനിമോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെന്ന്. സുഭദ്രാമ്മ ഇപ്പോൾ വിളിച്ചതേ ഉള്ളൂ. സിറ്റി ഹോസ്പിറ്റലിലാണെന്നാ പറഞ്ഞേ. അമ്മ പറഞ്ഞത് കേട്ടതും ആദിയുടെ ഹൃദയം ഒന്ന് നിലച്ചു. മീനുവിൻ്റെ വാക്കുകൾ ചെവിയിൽ ഈയമുരുക്കി ഒഴിച്ചതുപോലെ തോന്നിയവന്. ആദി, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ നീ? നമുക്കൊന്ന് അവിടം വരെ പോകാം. നീ വേഗം റെഡിയായി താഴേക്ക് വാ. ഞാൻ വരാം. കോൾ കട്ടായതും അവൻ വേഗം ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വാലറ്റും ഫോണും കീയും എടുത്ത് താഴേക്ക് ഓടി. അപ്പോഴേക്കും മീനുവും കേശവും റെഡിയായി വന്നിരുന്നു. എന്തു പറ്റിയതാണെന്ന് പറഞ്ഞോ? ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ ആകുലതയോടെ അവൻ ചോദിച്ചു. ഇല്ല മോനെ. അത്രയും പറഞ്ഞപ്പോഴേ ഒരു നേഴ്സ് വന്ന് വിളിച്ചപ്പോൾ ഫോൺ കട്ടാക്കി. അവൻ സ്പീഡിൽ ഡ്രൈവ് ചെയ്തു. ഒരു 15 മിനിറ്റിനുള്ളിൽ തന്നെ അവരവിടെ എത്തിയിരുന്നു. കാർ പാർക്ക് ചെയ്ത് അവർ ഹോസ്പിറ്റലിൻ്റെ എൻട്രൻസിലേക്ക് നടന്നു. മീനു, സുഭദ്രാമ്മയെ വിളിച്ച് എവിടെയാ നിൽക്കുന്നതെന്ന് ചോദിച്ചേ. കേശവ് പറഞ്ഞതും മീനു സുഭദ്രയെ വിളിച്ചു. കാഷ്വാലിറ്റിയിലാണെന്നറിഞ്ഞതും അവർ വേഗം അങ്ങോട്ടേക്ക് നടന്നു. ആദിയുടെ കൈകൾ പേടിയാൽ തണുത്തു പോയിരുന്നു. ജാനിക്ക് എന്താ പറ്റിയത് സുഭദ്രാമ്മേ? സുഭദ്രയുടെ അടുത്തെത്തിയതും ഓടിച്ചെന്ന് അവരുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് മീനു ചോദിച്ചു. ആദിയുടെയും കേശവിൻ്റെയും മുഖത്ത് അതേ ചോദ്യഭാവമാണ്. എനിക്കൊന്നും അറിയില്ല മീനു. ഉച്ചയ്ക്ക് തലവേദനയാണെന്നും പറഞ്ഞ് ക്ലാസ് കട്ട് ചെയ്ത് വന്ന് കയറി കിടന്നതാ.
ഇതുവരെ ഒരു വസ്തു കഴിച്ചിട്ടില്ല എൻ്റെ മോള്. രാത്രിയും ഭക്ഷണം കഴിക്കാൻ വിളിച്ചിട്ട് വന്നില്ല. ഒട്ടും വിശപ്പില്ലാന്ന് മാത്രം പറഞ്ഞു. അവളൊന്നും കഴിക്കാണ്ട് കിടക്കുവാണല്ലോ എന്നോർത്തപ്പം എനിക്കും ഉറക്കം വന്നില്ല. ചെന്നു നോക്കിയപ്പോൾ കുഞ്ഞിനെ ചുട്ടുപൊള്ളുന്ന പനിയായിരുന്നു. ബോധവും ഇല്ലായിരുന്നു. എന്തൊക്കെയോ പിച്ചും പേയും ഒക്കെ പറഞ്ഞ് മുഖത്ത് വെള്ളം കുടഞ്ഞിട്ടും എണീക്കാതായപ്പോൾ ഞാൻ ആകെ പേടിച്ചുപോയി. പിന്നെ എങ്ങനെയൊക്കെയോ വണ്ടി വിളിച്ചിങ്ങ് എത്തിയതാ. സുഭദ്ര എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു. അവരാകെ പേടിച്ചു പോയിട്ടുണ്ടെന്ന് മീനുവിന് മനസ്സിലായി. ആദി സുഭദ്രയ്ക്ക് കുറച്ച് വെള്ളം കൊണ്ടുവന്ന് കൊടുത്തു. ഡോക്ടർ എന്തെങ്കിലും പറഞ്ഞോ മുത്തശ്ശി? സുഭദ്രയെ അടുത്തുള്ള ചെയറിൽ പിടിച്ചിരുത്തിക്കൊണ്ട് ആദി ചോദിച്ചു. ഇല്ല മോനെ, വന്നപ്പോൾ കയറ്റിയത് അതിൻ്റെ ഉള്ളിലേക്ക്. ഇതുവരെ ആരും ഒന്നും പറഞ്ഞില്ല. നേഴ്സിനോട് ചോദിച്ചപ്പോൾ ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് പറയാമെന്ന് പറഞ്ഞു. കുറച്ചു മുന്നേ ഒരു ഡോക്ടർ അകത്തേക്ക് കയറി പോകുന്നത് കണ്ടു. അവരുടെ മുഖത്ത് ആവലാതി നിറഞ്ഞു. മുത്തശ്ശി പേടിക്കണ്ട, ജാൻവിക്കൊന്നും സംഭവിക്കില്ല. അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ആദിയുടെ ഉള്ളവും എരിയുകയായിരുന്നു. അപ്പോഴേക്കും ഡോർ തുറന്ന് കുറച്ച് പ്രായമായ ഡോക്ടറും ഒരു നേഴ്സും പുറത്തേക്ക് വന്നു. ജാൻവിയുടെ റിലേറ്റീവ്സ് ആരാ? നേഴ്സ് ചോദിച്ചതും അവരെല്ലാവരും പരിഭ്രമത്തോടെ മുന്നോട്ട് ചെന്നു. ഡോക്ടറെ, എൻ്റെ മോള്. പേടിക്കാനൊന്നുമില്ലാട്ടോ, പനി കൂടി ഫെയിൻ്റ് ആയതാണ്. നല്ല സ്ട്രെസ് ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഫുഡൊക്കെ കഴിക്കാഞ്ഞതും എല്ലാം കൂടെ ഇറ്റ് ടുക്ക് എ ടോൾ ഓൺ ഹർ. പിന്നെ ജാൻവി ഇതുവരെ കോൺഷ്യസ് ആയിട്ടില്ല. സോ ബോധം വരുന്നത് വരെ ഒബ്സർവേഷനിൽ കിടക്കട്ടെ. അത് കഴിഞ്ഞ് ചിലപ്പോൾ ഒരു 2 days അഡ്മിറ്റ് ആക്കേണ്ടി വരും. അതിനെക്കുറിച്ചൊക്കെ പേഷ്യൻ്റ് കോൺഷ്യസ് ആയതിനു ശേഷം പറയാം. ഡോക്ടർ, എനിക്കൊന്ന് അവളെ കാണാൻ പറ്റുമോ? ഡോക്ടർ പോകാനാഞ്ഞതും സുഭദ്ര ചോദിച്ചു. അയാൾ അവരെ ഒന്ന് നോക്കി. ഒബ്സർവേഷനിൽ വിസിറ്റേഴ്സ് അലൗഡ് അല്ല. നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ ഒരു 2 പേര് പോയി കണ്ടോ. പിന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ നിൽക്കണ്ട. അവരുടെ അവസ്ഥ മനസ്സിലാക്കിയെന്നോണം അതും പറഞ്ഞ് അയാൾ പോയി. കാണേണ്ടവർ ഓരോരുത്തരായി വന്ന് കണ്ടോട്ടോ. പിന്നെ അധിക നേരം അതിനുള്ളിൽ നിൽക്കാൻ പറ്റില്ല. 5 മിനിറ്റിനുള്ളിൽ ഇറങ്ങണം. സുഭദ്രയാണ് ആദ്യം കയറി കണ്ടത്. കുറച്ചുനേരം കഴിഞ്ഞതും അവർ പുറത്തേക്ക് വന്നു. ഇനി ഒരാൾക്ക് കൂടി കയറി കാണാം. നേഴ്സ് അത് പറഞ്ഞതും എല്ലാവരും മുഖത്തോട് മുഖം നോക്കി. ആദിമോനെ, മോൻ പോയി കണ്ടിട്ട് വാ. അവന്റെ മുഖത്തെ വെപ്രാളം കണ്ടതും സുഭദ്ര പറഞ്ഞു. ആദി നേഴ്സിനോടൊപ്പം അകത്തേക്ക് കയറി. ദാ ആ ലാസ്റ്റ് ബെഡിലാണ് ജാൻവി കിടക്കുന്നത്. നേഴ്സ് അവൾ കിടക്കുന്ന ഭാഗത്തേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു. ആദി അവൾക്കരികിലേക്ക് നടന്നു. കയ്യിൽ ക്യാനുല കുത്തി ഡ്രിപ്പിട്ടിട്ടുണ്ട്. ആകെ ക്ഷീണിച്ച് വാടി തളർന്ന് കിടക്കുകയാണ്. അവളുടെ ആ അവസ്ഥ അവന്റെ നെഞ്ചിനെ കൊളുത്തി വലിച്ചു. അവൻ ബെഡിനരികിലുള്ള ചെയറിലേക്കിരുന്ന് ഡ്രിപ്പിട്ടിരിക്കുന്ന അവളുടെ കൈയിലൂടെ പതിയെ തഴുകി. താൻ കാരണമാണ് അവൾക്കിങ്ങനെയൊരു അവസ്ഥ എന്നവൻ അടിയുറച്ചു വിശ്വസിച്ചു. ജാനിയുടെ പാറി പറന്ന് നിൽക്കുന്ന മുടിയിഴകളെ ആദി ഒതുക്കിക്കൊടുത്തു. ആ കൈ പതിയെ താഴേക്ക് കൊണ്ടുവന്ന് അവളുടെ കവിളിണകളെ അത്രയും നേർമയോടെ തലോടി. ഐ എം റിയലി സോറി ജാൻവി. അപ്പോഴത്തെ ദേഷ്യത്തിന് എന്തൊക്കെയോ പറഞ്ഞു പോയതാണ്. അത് തന്നെ ഇത്രത്തോളം വേദനിപ്പിക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ല. സോറി. ജാനിയുടെ മുഖം ചൊളിയുന്നത് കണ്ടതും ആദി സംസാരിച്ചു കൊണ്ടിരുന്നത് നിർത്തി. അവൾ പതിയെ കണ്ണു തുറന്നു. തീരെ പരിചിതമല്ലാത്ത സ്ഥലം കണ്ടതും അവളൊന്ന് പതറി. ചുറ്റും പരിഭ്രമത്തോടെ കണ്ണോടിച്ചുകൊണ്ട് എഴുന്നേൽക്കാൻ തുടങ്ങി. ഹേയ് ജാൻവി, റിലാക്സ്. എണീക്കല്ലേ. കയ്യിൽ കുത്തിയത് വലിയും. ഒന്നുമില്ലാട്ടോ, പേടിക്കണ്ട. ഇപ്പോൾ ഹോസ്പിറ്റലിലാണുള്ളത്. രാത്രി പനി കൂടി ഫെയിൻ്റായപ്പോൾ കൊണ്ടുവന്നതാ. എന്നാൽ അവനെ അവിടെ കണ്ട ജാനിയുടെ കണ്ണുകൾ മിഴിഞ്ഞു. അവൾ അവനെ തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. മുത്തശ്ശി, അവൾ പതിഞ്ഞ ശബ്ദത്തിൽ അവനോട് ചോദിച്ചു. പുറത്തുണ്ട്. ഇപ്പോൾ കയറി കണ്ടിട്ട് പോയതാ. ഒബ്സർവേഷൻ റൂം ആയതുകൊണ്ട് അധികം നേരം നിൽക്കാൻ പറ്റില്ല. ഞാൻ നേഴ്സിനെ വിളിക്കട്ടെ. കോൺഷ്യസ് ആയത് അറിയിക്കണം. അവളുടെ കവിളിൽ ഒന്ന് തട്ടിയിട്ട് ആദി നേഴ്സിനെ വിളിച്ചു. സാർ ഒന്ന് പുറത്തേക്ക് നിൽക്കണേ. അവർ വന്നതും ആദിയോടായി പറഞ്ഞു. അവൻ ജാനിയെ ഒരു നോക്കുകൂടി കണ്ടിട്ട് പുറത്തേക്ക് പോയി. ജാനിക്ക് അപ്പോഴാണ് ശ്വാസമൊന്ന് നേരെ വീണത് തന്നെ. ഇന്നും മൊത്തം ആ കണ്ണിൽപ്പെടാതെ ഒഴിഞ്ഞു നടന്നതാണ്. എന്നിട്ടും പനിയുടെ ക്ഷീണത്തിൽ അവൾ പിന്നെയും മയക്കത്തിലേക്ക് പോയി. പുറത്തു വന്ന ആദി എല്ലാവരോടും അവൾക്ക് ബോധം വന്നതറിയിച്ചു. ഹോ, ഇപ്പോഴാ ഒന്ന് സമാധാനമായി. സുഭദ്ര ഒന്ന് ശ്വാസം ആഞ്ഞു വലിച്ചു വിട്ടു. അവരെല്ലാം അവിടെയുള്ള ചെയറിലായി ഇരിപ്പുറപ്പിച്ചു. കുറച്ചു കഴിഞ്ഞതും ഡോക്ടർ അകത്തേക്ക് കയറി പോകുന്നത് കണ്ടു. ഒരു 10 മിനിറ്റിലധികം എടുത്തു തിരിച്ചു വരാൻ. ജാൻവിയെ ഇനി ഒബ്സർവേഷനിൽ കിടത്തേണ്ട കാര്യമില്ല. നമുക്ക് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. പനി കുറയാത്തത് കാരണം അഡ്മിറ്റ് ആക്കേണ്ടി വരും. അഡ്മിറ്റിൻ്റെ പ്രൊസീജിയേഴ്സിനെ കുറിച്ചെല്ലാം നേഴ്സിനോട് ചോദിച്ചാൽ മതി. ഡോക്ടർ പോയതും നേഴ്സ് അവർക്ക് വേണ്ടതെല്ലാം പറഞ്ഞു കൊടുത്തു. ആദി പോയി അഡ്മിറ്റ് ചെയ്യാനുള്ളതെല്ലാം ഏർപ്പാടാക്കി തിരിച്ചു വന്നപ്പോഴേക്കും ജാൻവിയെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ തുടങ്ങിയിരുന്നു.